ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ കഴിഞ്ഞ ദിവസം നെഗറ്റീവ് നമ്പേഴ്സ്, ന്യൂനസംഖ്യകളെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ് ഉപയോഗിച്ചുള്ള കാൽക്കുലേഷൻസ്, എങ്ങനെയാണ് നെഗറ്റീവ് നമ്പറുകൾ ഉപയോഗിച്ച് ക്രിയകൾ ചെയ്യുക, ന്യൂനസംഖ്യകൾ ഉപയോഗിച്ചുള്ള ക്രിയകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ അഡീഷൻ, എങ്ങനെയാണ് ന്യൂനസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത്, അതിൻ്റെ സബ്ട്രാക്ഷൻ, മൈനസ് ചെയ്യുന്നത്, കുറയ്ക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത് അല്ലേ. ഇന്ന് നമുക്ക് കുറച്ച് വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ഉപയോഗിച്ച് എങ്ങനെയൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്താലോ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സൊക്കെ മിസ് ചെയ്യാതെ കാണുക. ക്ലാസ്സുകൾ കാണുന്നതോടൊപ്പം അതിനോടൊപ്പം സെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനും ആൻസറുകൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക പരമാവധി. എന്നിട്ട് ബാക്കിയുള്ള, എന്നാലേ മുന്നിലെ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ചെയ്യുന്നത് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആവണമെങ്കിൽ തലേ ദിവസത്തെ ക്ലാസ്, അതായത് അതിൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കൂടി അറ്റൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലാസ്സുകൾ കാണാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് നിന്ന് എവിടെ നിർത്തിയേ അവിടെ നിന്നാണ് തുടങ്ങുക കേട്ടോ. സബ്ട്രാക്ഷൻ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ ചെയ്തത്. അപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് -45 - 17. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അത് സോൾവ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണല്ലോ, രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ. അതായത് ഒരു -45 നിന്ന് കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? 17 കുറയ്ക്കണം. ഒരേ സൈൻ വരുമ്പോൾ, ഒരേ ചിഹ്നം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സംഖ്യകൾ തമ്മിൽ കൂട്ടുക, അതേ സൈൻ തന്നെ ഇടുക. അപ്പോൾ സംഖ്യകൾ തമ്മിൽ കൂട്ടുക എന്ന് പറയുമ്പോൾ 45ഉം 17ഉം തമ്മിൽ കൂട്ടുക. 45ഉം 17ഉം കൂട്ടുക 12, ബാലൻസ് 1 62. -62 ആണ്. -62 അല്ലെങ്കിൽ ന്യൂനം 62 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. കാരണം സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു, ഒരേ സൈൻ ആയതുകൊണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി അതേ സൈൻ ഇടുന്നു. അപ്പോൾ അതുപോലെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോണേ. ഇപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും അതോടൊപ്പം തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഇതിൻ്റെ ഗുണനം, ഹരണം ഒക്കെ നമുക്ക് ഈ ന്യൂനസംഖ്യ ഉപയോഗിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് എല്ലാത്തിനും വേറെ വേറെ രീതിയിൽ ചെറിയ മാറ്റങ്ങളുണ്ട്, അതിൻ്റെ റൂൾസ് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരേ സൈൻ തമ്മിൽ -45, വേറെ ചിഹ്നങ്ങളൊന്നും അതിൻ്റെ ഇടയിലില്ല, -17. അപ്പോൾ രണ്ടും ഒരേ ചിഹ്നമാണ്, നെഗറ്റീവുകളാണ്. അതുകൊണ്ട് തന്നെ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു, അതേ ചിഹ്നം തന്നെ ഇടുന്നു. 7 5 12, 2 എഴുതി, ബാലൻസ് 1 4 1 5 1 6, നെഗറ്റീവ് ഇടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. -1/4 - -1/2. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രാക്ഷൻ വരുമ്പോഴോ അങ്ങനെ തന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും രണ്ടും നെഗറ്റീവാണ്. ഇത് മൈനസ് ആണ്, ഇവിടെ രണ്ടിടത്ത് മൈനസ് ഉണ്ട്. ഒരേ ചിഹ്നങ്ങളാണ്, മൈനസ് തന്നെയാണ് രണ്ടിടത്തും വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിയിട്ട് ആ ചിഹ്നം തന്നെ ഇടുക. അപ്പോൾ നമുക്ക് കൂട്ടാം. ഇവിടെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിലും മെന്റലായിട്ട് നമുക്ക് എന്താ പറയുക, ബൈ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ. ഇവിടെ 1/4, ഇവിടെ 1/2 ആണ്. 1/4 1/2 രണ്ടും കൂട്ടിയാൽ എത്രയാണ്? 1/4 അര അല്ലേ. രണ്ടും എന്താ നമ്മൾ വിളിക്കാം, നമുക്ക് ഇതിനെ 1/4 എന്ന് വിളിക്കാം, 1/4നെ അര എന്ന് വിളിക്കും അല്ലെ, 1/2 and 1/4. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 3/4 ആണ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കും. LCM കാണുക, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക, എന്നിട്ട് അതിന്റെ ബാക്കി ക്രിയ ചെയ്യാം. അപ്പൊ നമുക്ക് 1/4, -1/4 അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. മൈനസ് അതും അങ്ങനെ തന്നെ ഇടുന്നു. ഇവിടെ നമുക്ക് ഈ ഡിനോമിനേറ്റർ 1/2 ആണ്, അതിനെ നമുക്ക് സെയിം ആക്കാൻ വേണ്ടി 2 കൊണ്ട് അടിയിലും മുകളിലും ഗുണിക്കാം. അപ്പോൾ 1 × 2 2 ആണ്, ബൈ 2 × 2 4 ആണ്. ഇനി ഒരേ സൈനാണ്, ഡിനോമിനേറ്റർ സെയിം ആയല്ലോ. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ, ഛേദങ്ങൾ ഒരുപോലെ ആയി കഴിഞ്ഞാൽ അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ 2 1 3, -3/4 ആണ് അല്ലേ. -3/4, അരയും കാലും ചേർന്നാൽ 3/4, അതാണ് 3/4. ഇനി രണ്ടും ഒരേ സൈൻ ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഇടുന്നു. അല്ലെങ്കിൽ നമ്മൾ LCM മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിലോ ഒരു രീതി കൂടി ചെയ്യാമല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ വരും. 1 × 2 ഇവിടെ 2 വരും, 1 × 4 4 വരും. അത് ചെറുതായി കഴിയുമ്പോൾ -3/4 നമുക്ക് ആൻസർ കിട്ടുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് -5 + 5. എന്താണ് ഇതിന്റെ ആൻസർ? ഒരു സംഖ്യ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിൽ കൂടി പറയാം. -5 അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ സങ്കലന വിപരീതം എന്ന് നമ്മൾ വിളിക്കും. ഒരു സംഖ്യ അതിന്റെ സങ്കലന വിപരീതവും തമ്മിലുള്ള തുക എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത് 0ന് തുല്യമാണ്, 0ന് ഈക്വൽ ആണ്. ഒരു സംഖ്യയും അതിന്റെ സങ്കലന, -5 അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് +5 ആണ്. അവയുടെ തുക, അതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും.
ആയിരിക്കും. അപ്പൊ -5 + 5 ഇതിന്റെ ഇടയിൽ വേറെ സൈൻ ഒന്നുമില്ല. -5 + 5 വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ നമ്മൾ ഡിഫറൻറ്റ് സൈൻ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, വ്യത്യസ്തമായിട്ടുള്ള ചിഹ്നങ്ങൾ വരുമ്പോൾ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക. ഇവിടെ 5 രണ്ടും സെയിം നമ്പറാണ്. 5 5 കുറച്ചാൽ 0 ആണ് കിട്ടുക. ആൻഡ് 0ത്തിന് പോസിറ്റീവ് നെഗറ്റീവ് സൈൻ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, 0 എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇതിന്റെ ആൻസർ 0 ആണ്. നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ തുക എന്ന് പറയുന്നത് 0ക്ക് തുല്യമാണ്, 0 എന്നാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 12 + -3. ക്വസ്റ്റ്യൻസ് ഓരോന്നും എഴുതുന്നതിന്റെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ്. എല്ലാ പ്രോബ്ലംസും ഒരുപോലത്തെ അല്ല. അപ്പൊ അതുകൊണ്ട് വ്യത്യാസം മനസ്സിലാക്കി തന്നെ ചെയ്യുക. ഒരേ ചിഹ്നം വന്നപ്പോൾ കൂട്ടി അതേ ചിഹ്നം തന്നെ ഇടുന്നു. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നു. ഒരേപോലത്തെ സംഖ്യ ആയതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, അല്ലെങ്കിൽ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക എന്നുള്ള റൂളാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 5 5 കുറച്ചാൽ 0 ആണ് കിട്ടുക. 0ക്ക് അത് റെപ്രസെന്റ് ചെയ്യുന്നത് പോസിറ്റീവ് സംഖ്യ ആയിട്ടോ നെഗറ്റീവ് സംഖ്യ ആയിട്ടോ അല്ല, വെറുതെ സിംപ്ലി നിങ്ങൾ 0 എന്ന് എഴുതിയാൽ മതി. അടുത്തത് മറ്റൊരു സംഖ്യയാണ് 12 + -3 ആണ്. 12 + -3, 12 ഒരു പോസിറ്റീവ് സംഖ്യയാണ്, 3 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സംഖ്യയാണ്. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരു പോസിറ്റീവും നെഗറ്റീവും വരുമ്പോൾ സം കാണേണ്ടി വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 12ൽ നിന്ന് 3 കുറയ്ക്കാം, 9 ആണ് കിട്ടുക. വലുതിന്റെ ചിഹ്നം ഇവിടെ 12 ആണ് വലിയ സംഖ്യ. സോ അതിന്റെ സൈൻ ഒന്നും അവിടെ ഇട്ടിട്ടില്ലെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ക്ലാസ്സിൽ, എന്താണ് സംഖ്യ ഏതെങ്കിലും ഒരു ചിഹ്നം നെഗറ്റീവോ പോസിറ്റീവോ സൂചിപ്പിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു പോസിറ്റീവ് സംഖ്യയാണ്. അപ്പൊ 12ന്റെ സൈനാണ് പോസിറ്റീവ്. പോസിറ്റീവ് നമ്മൾ സാധാരണ ഇടാറില്ല. പോസിറ്റീവ് ഒരു സംഖ്യ വെറുതെ എഴുതി കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോസിറ്റീവ് നമ്പർ, അതൊരു പോസിറ്റീവ് സംഖ്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ 12 + -3 എന്താണ് ആൻസർ കിട്ടിയത്? 9, 9 ആണ്. മറ്റൊന്ന് ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം, 1/2 + -1/2. നിങ്ങൾ ഈ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ -5 + 5, ആദ്യത്തെ സംഖ്യ നെഗറ്റീവ്, രണ്ടാമത്തെ സംഖ്യ പോസിറ്റീവ് ആയിരുന്നു, അത് തമ്മിൽ കൂട്ടി 0 കിട്ടി. പക്ഷെ ഇത് വേറൊരു രീതിയിലാണ്, ഹാഫ് 1/2 + -1/2. ഇവിടെയും രണ്ടും വ്യത്യസ്ത ചിഹ്നമാണ് അല്ലെ, ഇത് പോസിറ്റീവ് അല്ലേ, നോക്കിയേ 1/2 ഇവിടെ മുമ്പിൽ സൈൻ ഒന്നുമില്ല, ദാറ്റ് മീൻസ് അതൊരു പോസിറ്റീവ് സംഖ്യയാണ്. പ്ലസ് -1/2, വലുതിൽ നിന്ന് 2 ചെറിയ സംഖ്യ കുറയ്ക്കുക. ഇവിടെ രണ്ടും ഒരേ സംഖ്യ ആയതുകൊണ്ട് ഇറ്റ് ബിക്കംസ് 0, 0 എന്നാണ് അതിന്റെ ഉത്തരം. അപ്പൊ എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, ഒരു നെഗറ്റീവ് മറ്റൊന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഏത് ഒരുപോലത്തെ സംഖ്യയും വലുത് എത്ര വലുതായാലും 100 പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, +100 -100 എന്തായിരിക്കും വരിക? 0 ആണ്. അപ്പൊ അതിന്റെ സങ്കലനം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്നാണ്. സങ്കലന വിപരീതം 1/2ന്റെ സങ്കലന വിപരീതമാണ് -1/2. ഇത് പോസിറ്റീവ് സംഖ്യ, അതിന് നെഗറ്റീവ് കൊടുക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ -5, അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? സങ്കലന വിപരീതം +5. അപ്പോൾ സംഖ്യയുടെ സങ്കലന വിപരീതം അതിന്റെ ചിഹ്നം മാറ്റിയിട്ടുള്ളതാണ്. നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് പറയുക, പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് പറയാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് -7? അപ്പൊ -7ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് സങ്കലന വിപരീതം. സങ്കലന വിപരീതം എന്ന് പറയുന്നത് എന്താണ്? +7 ആണ്. അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് -7 ഈസ് എന്താണ്? +7 ആണ്. അപ്പൊ മറക്കണ്ട, അപ്പൊ അത് മനസ്സിലാക്കുക. നിങ്ങൾ നെഗറ്റീവ് സംഖ്യ പോസിറ്റീവ് സംഖ്യ ഒരേ സംഖ്യ തന്നെ നെഗറ്റീവ് പോസിറ്റീവ് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് 0. ഇനി അടുത്തത് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. -12 1/2 -3 1/2 ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കുക. ഇവിടെ നോക്കുക നിങ്ങൾ ആദ്യം 12.5 12.5 അതിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്, അതൊരു നെഗറ്റീവ് സംഖ്യയാണ്. മൈനസ് കുറയ്ക്കണം. ഏത് കുറയ്ക്കണം? മറ്റൊരു നെഗറ്റീവ് സംഖ്യയാണ് കുറയ്ക്കേണ്ടത്. -3.5 -3 1/2 എന്ന് പറയുന്ന സംഖ്യ കുറയ്ക്കണം. അതും നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നോക്കുക, ഇവിടെ ഒരു നെഗറ്റീവ്, അതിന്റെ അകത്ത് വീണ്ടും ബ്രാക്കറ്റിനകത്ത് -3 1/2 എന്ന് കൊടുത്തിരിക്കുന്നു. അകത്തും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ 2 നെഗറ്റീവ് ഇങ്ങനെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എന്താണ്? പോസിറ്റീവ്. അപ്പൊ ആദ്യത്തെ -12.5 അങ്ങനെ തന്നെ എഴുതുന്നു. ഈ 2 മൈനസുകൾ ചേർന്ന് +3 1/2 എന്നാകും. എന്നിട്ട് നമുക്ക് ഇനി ക്രിയ ചെയ്യാം. നോക്കാം, ഇത് 12.5 ഇത് 3.5. നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണമെങ്കിൽ ഇതൊരു നെഗറ്റീവ് സംഖ്യയാണ്, ഇത് പോസിറ്റീവ് സംഖ്യയാണല്ലോ. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 12.5ൽ നിന്ന് 3.5 കുറയ്ക്കണം. അര കുറച്ചാൽ 0 ആണ്. 12ൽ നിന്ന് 3 കുറയ്ക്കാം. നമുക്ക് എന്ത് കിട്ടും? ആൻസർ 9 ആണ്. എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇവിടെ, വലുത് ഇവിടെ നെഗറ്റീവ് സംഖ്യയാണ് വലുത്, അതുകൊണ്ട് -9 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. കണ്ടല്ലോ, എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരിക്കുന്ന കണക്കുകൾ. ഓരോന്നും ശ്രദ്ധിച്ച് തന്നെ
ചെയ്യാം കേട്ടോ. അപ്പം -12.5 മൈനസ് -3.5 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരുന്നത്. 2 മൈനസ് ഇവിടെ അകത്ത് അടുപ്പിച്ച് വന്നതുകൊണ്ട് നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് ആക്കി കഴിയുമ്പോൾ ആദ്യത്തെ സൈൻ മാറ്റം ഉണ്ടായിരുന്നില്ല. -12.5 തന്നെയാണ് 12.5. ആ 12.5യുടെ കൂടെ നമ്മൾ അടുത്തത് എടുത്ത് എഴുതിയപ്പോൾ +3.5 ആയി. അപ്പോൾ വന്നപ്പോൾ എന്ത് വന്നു നോക്കുക, ആദ്യത്തേത് നെഗറ്റീവും അടുത്തത് എന്തായി മാറി, പോസിറ്റീവായി മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക. അപ്പോൾ ഇതാണ് പോസിറ്റീവും, അതായത് നമ്മൾ 2 നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, അതായത് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും വരുന്ന ചില ക്രിയകളൊക്കെയാണ് നമ്മൾ ചെയ്ത് മനസ്സിലാക്കി ചെയ്യുക. അടുത്ത നമുക്ക് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ സൊല്യൂഷനിലേക്ക് പോകാം. മൾട്ടിപ്ലിക്കേഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ്, ഗുണനമാണ്. എങ്ങനെയാണ്, എന്ത് മാറ്റമാണ്, അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, -2 × 6. അതായത് ഒരു സംഖ്യക്ക് നെഗറ്റീവാണ്. -2 × 6 ഏതെങ്കിലും ഒരു സംഖ്യ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ ദ ആൻസർ വിൽ ഓൾവേസ് ബി നെഗറ്റീവ്. നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ആൻസർ എന്തായിരിക്കും, ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. കാരണം തന്നിരിക്കുന്ന 2 സംഖ്യകളിൽ ഒരു സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരം എന്തായാലും നെഗറ്റീവേ വരുള്ളൂ. ഇനി സംഖ്യകൾ തമ്മിൽ ഗുണിക്കാം. ഇവിടെ നമ്മൾ കൂട്ടണോ കുറയ്ക്കണോ ചെയ്യുന്നത് പോലെ കൂട്ടണമോ കുറയ്ക്കണമോ എന്നൊന്നും നമുക്ക് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ ഗുണിക്കൽ എന്ന് പറയുന്ന ക്രിയ അതെന്തായാലും ചെയ്തിരിക്കും. അപ്പൊ 2 × 6 12. സോ ദ ആൻസർ ഈസ് -12. കണ്ടല്ലോ, മനസ്സിലായല്ലോ. ഒരു സംഖ്യ നെഗറ്റീവ്, മറ്റേത് പോസിറ്റീവ് ആണ്. അപ്പോൾ വേറെ ഒരെണ്ണം തന്നാലോ, 5 × -8. അപ്പോൾ നോക്കാം, ആദ്യത്തെ സംഖ്യ പോസിറ്റീവ് സംഖ്യയാണ്, രണ്ടാമത്തെ സംഖ്യ നെഗറ്റീവ് സംഖ്യയാണ്. അപ്പോൾ രണ്ടും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവുമാണ്. നെഗറ്റീവ് എന്തായാലും ആൻസറിൽ വരും. 5 × 8 40, 40. 8 × 5 40 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ ആൻസർ എന്തായാലും ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. കണ്ടല്ലോ, തുടക്കം നെഗറ്റീവ്, മറ്റേത് പോസിറ്റീവ് ആയിരുന്നു. ബട്ട് ദ ആൻസർ ഈസ് -12. ആദ്യത്തെ ഇവിടെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ് സംഖ്യ ആയിരുന്നു. 5 × 8 40 നെഗറ്റീവ് ആണ് ഉത്തരമായിട്ട് എഴുതാം. അപ്പൊ നോക്കുക, അടുത്തത് നമുക്ക് എഴുതാം -4 × -3. രണ്ടും നെഗറ്റീവ് വരുമ്പോൾ, അപ്പൊ എന്താണ്, രണ്ടും നെഗറ്റീവ് ആണ്. നോക്കുക, ആദ്യത്തെ സംഖ്യയും നെഗറ്റീവ് ആണ്, രണ്ടാമത്തെ സംഖ്യയും നെഗറ്റീവ് ആണ്. ആൻസർ നമുക്ക് ഗുണനം തന്നെയാണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ തന്നെയാണ് ചെയ്യേണ്ടത്. 4 × 3 12 ആണ്. 2 നെഗറ്റീവ് വന്നതുകൊണ്ട് ദ ആൻസർ വിൽ ബി പോസിറ്റീവ്. അതായത് പോസിറ്റീവ് 12 ആണ് കിട്ടുക, വെറും 12 എന്ന് നമുക്ക് എഴുതിയാൽ മതി. മറ്റൊരെണ്ണം എഴുതിയാലോ, -1 × -8. എന്താ ആൻസർ വരാ, 1 × 8 8 തന്നെ, നെഗറ്റീവ് × നെഗറ്റീവ് പോസിറ്റീവ് 8 എന്നാണ് ആൻസർ വരിക. എന്ന് പറഞ്ഞാൽ നമ്മൾ 2 നെഗറ്റീവ് സംഖ്യകൾ, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഓൾവേസ് ബിക്കംസ് നെഗറ്റീവ്. നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി നേരെ തിരിച്ചാലോ, ആദ്യത്തെ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടാമത്തെ, എന്നാലും നമ്മുടെ ആൻസർ എന്ത് തന്നെ വരുള്ളൂ, നെഗറ്റീവ് തന്നെ വരുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം, അതിനാണ് ഞാൻ ഇത് മാറ്റി കാണിച്ചത്. ആദ്യത്തെ സംഖ്യയ്ക്ക് നെഗറ്റീവ് കൊടുത്തു, രണ്ടാമത്തെ സംഖ്യ പോസിറ്റീവ്, നമുക്ക് കിട്ടിയ ആൻസർ -12 ആണ്. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല ചെയ്ത, ആദ്യത്തേത് പോസിറ്റീവ് ആയിരുന്നു, അടുത്തത് നെഗറ്റീവ് സംഖ്യ കൊടുത്തു, എഗെയിൻ നമുക്ക് കിട്ടിയ ആൻസർ -40 ആണ്. എന്നാൽ രണ്ടും നെഗറ്റീവ് വരുമ്പോൾ, രണ്ടും നെഗറ്റീവ് ആണ് ഗുണിക്കേണ്ടതെങ്കിൽ ദ ആൻസർ ബിക്കംസ് പോസിറ്റീവ്. അപ്പൊ ഈ ഒരു ബോക്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് സൈഡിൽ അവിടെ എഴുതി വെച്ചേക്കാം. എങ്ങനെയാണ് അത് വരിക, നെഗറ്റീവ് × പോസിറ്റീവ് ബിക്കംസ് നെഗറ്റീവ്, പോസിറ്റീവ് × നെഗറ്റീവ് ബിക്കംസ് നെഗറ്റീവ്, ആൻഡ് നെഗറ്റീവ് × നെഗറ്റീവ് ബിക്കംസ് പോസിറ്റീവ്. കണ്ടല്ലോ, നെഗറ്റീവ് സ്ഥാനം മാറി എന്ന് വിചാരിച്ചു ഒരു നെഗറ്റീവ് ഉള്ളൂ എങ്കിൽ നമുക്ക് ആൻസറിൽ എന്തായാലും നെഗറ്റീവ് വരും. അങ്ങനെയാണെങ്കിലേ അപ്പൊ ഈ ഒരു ആൻസർ എന്ത് വരും, -2 × 3 × 4. ഇതിന്റെ ആൻസർ എന്താ വരിക, -2 × 3 × 4. ആൻസർ ഒരു നെഗറ്റീവ് ഉള്ളൂ, എല്ലായിടത്തും കൂടി ആകെ ഒരു നെഗറ്റീവ് ഉള്ളൂ. എന്തായാലും ആൻസറിൽ നെഗറ്റീവ് വരും. 2 × 3 6, 6 × 4 24, -24 എന്ന് വരും. മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതിയാലോ, -1 × -1. അപ്പൊ എന്തായിരിക്കും ആൻസർ, -1 × -1 നെഗറ്റീവ് 1 ആണ്. 3ഉം നെഗറ്റീവ് സംഖ്യകളാണ്. എന്തായാലും 1 കൊണ്ട് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും 1 തന്നെയാണ് ആൻസർ വരിക. പക്ഷേ ചിഹ്നം നോക്കാം, ഇവിടെ 1 2 3 നെഗറ്റീവുകളാണ് ഉള്ളത്. 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് × നെഗറ്റീവ് ബിക്കംസ് പോസിറ്റീവ് ആണല്ലോ. നെഗറ്റീവ് കൂടി ഗുണിച്ചാൽ പോസിറ്റീവ് വന്നു.
ഈ രണ്ട് നെഗറ്റീവ് ചേർന്ന് പോസിറ്റീവായി, പക്ഷെ ഒരു നെഗറ്റീവും കൂടി നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ് ആൻസർ വരിക. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം, ഒരെണ്ണം നെഗറ്റീവ് വന്നാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറിൽ നെഗറ്റീവ് ആണ്. രണ്ടെണ്ണം വരുമ്പോഴോ പോസിറ്റീവ് ആകും. മൂന്നെണ്ണം വരുമ്പോൾ വീണ്ടും നെഗറ്റീവ് ആകും. നാലെണ്ണം വരുമ്പോൾ അതായത് പോസിറ്റീവ് ആകും. അതായത് ഒരു ഓഡ് നമ്പറുകൾ വരുമ്പോഴൊക്കെ, ഓഡ് നമ്പേഴ്സ് ആയിട്ട് നെഗറ്റീവ്സ് വരുമ്പോഴൊക്കെ അത് ആൻസറിൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും വരിക. ഇവൺ നമ്പറുകളായിട്ടാണ് നമ്മുടെ നെഗറ്റീവ്സ് വരുന്നതെങ്കിൽ അന്നേരമൊക്കെ എന്തുവരും, അതൊരു പോസിറ്റീവ് ആൻസർ ആയിട്ടായിരിക്കും വരിക. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണം, ഓർക്കണം. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. ഇവിടെ ഈ ലാസ്റ്റ് എഴുതിയ കണക്കിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ നോക്കുക, രണ്ട് നെഗറ്റീവും ഒരു നെഗറ്റീവ് കൂടി ഉണ്ട്. രണ്ട് നെഗറ്റീവ് ഓൾറെഡി പോസിറ്റീവായി, പിന്നെ ഒരു നെഗറ്റീവ് കൂടി ഗുണിക്കേണ്ടി വരുമ്പോൾ ആൻസറിൽ നെഗറ്റീവ് ആണ് കിട്ടുക. കിട്ടിയല്ലോ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ഇങ്ങനെയാണ്. ഏത് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി അടുത്ത ടോപ്പിക് അപ്പോൾ ഒരെണ്ണം കൂടിയുണ്ട്, നമുക്ക് ഹരണമാണ്. ഇനി ലാസ്റ്റ് ടോപ്പിക് അതാണ്, ഇതിന്റെ ഹരണമാണ്. ഹൗ ടു ഡിവൈഡ്, ഡിവിഷൻ ആണ്. നെഗറ്റീവ് സംഖ്യകളുടെ ഹരണം നമുക്ക് ഇനി എങ്ങനെ വരും നോക്കാം. കുറച്ച് കണക്കുകൾ ചെയ്യാം, സിമ്പിൾ ആണ്. -25 ഡിവൈഡഡ് ബൈ 5, -25 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. -5 നമുക്ക് ഇങ്ങനെ എഴുതാലോ, -25 ബൈ 5. ഡിവിഷൻ നമ്മൾ ബൈ ഇട്ട് സൂചിപ്പിക്കാറുണ്ട്. എളുപ്പം നമുക്ക് അതായിരിക്കാം, കാരണം നമ്മൾ വെട്ടിച്ചെറുതാക്കാനൊക്കെ ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാലാണ് നമുക്ക് എളുപ്പം അത് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്കറിയാം 5 25 നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റും. സോ 5 ഈസ് ദ ആൻസർ. നെഗറ്റീവ് ഒരെണ്ണമുണ്ട്. ഒരു നെഗറ്റീവ് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ, അതായത് തന്നിരിക്കുന്ന ഡിവൈഡ് ചെയ്യേണ്ട സംഖ്യകളിൽ ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ, ഏത് സംഖ്യയെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഒന്നില്ലെങ്കിൽ ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ, ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ആൻസറിൽ നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻഡു പ്രോസസ്സ് ചെയ്യുന്നത് പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ ചെയ്തത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും വരിക. അപ്പൊ നോക്കുക, ഇവിടെ -25 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടിയത് ആൻസറിൽ -5 ആണ്. വേറെ ഒരെണ്ണം ചെയ്താലോ, -36 ഡിവൈഡഡ് ബൈ -18. രണ്ടും നെഗറ്റീവ് ആണ്. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എഴുതാം, -36 ബൈ -18. നോക്കുക, രണ്ടും നെഗറ്റീവ് ആണ്. സോ ദ ആൻസർ ബിക്കംസ് നെഗറ്റീവ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡിവൈഡ് ചെയ്യുമ്പോൾ അടിയിലും മുകളിലും ഒരേപോലെയുള്ള സംഖ്യ നമ്മൾ വെട്ടിച്ചെറുതാക്കും അല്ലെ. അപ്പൊ നെഗറ്റീവും ക്യാൻസൽ ചെയ്ത് പോയി, ദാറ്റ് ബിക്കംസ് പോസിറ്റീവ്. ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 36 18 രണ്ട് പ്രാവശ്യമാണ് പോവുക. സോ ദ ആൻസർ ഈസ് 2. +2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആൻസറിൽ ഡിവൈഡ് ചെയ്യുമ്പോഴും നെഗറ്റീവ് ആണ്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്യേണ്ട സംഖ്യകൾ രണ്ടും ഏതാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതും അതുപോലെ ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. അപ്പൊ നോക്കാം, വേറെ ഒരെണ്ണം ചെയ്യാം. 24 ഡിവൈഡഡ് ബൈ -12. അപ്പൊ ഇങ്ങനെയാണെങ്കിലോ, 24 ഡിവൈഡഡ് ബൈ -12. 24 ന്യൂമറേറ്ററിൽ എഴുതാം, അംശമായിട്ട് എഴുതാം, ബൈ -12 നമുക്ക് അടിയിൽ എഴുതാം. നോക്കാം, ഇവിടെ ഒരെണ്ണല്ലേ നെഗറ്റീവ് ഉള്ളൂ. ഏതെങ്കിലും ഒരെണ്ണത്തിന് നെഗറ്റീവ് വന്നാൽ ആൻസർ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിലാണ് നെഗറ്റീവ് കൊടുത്തത്. പക്ഷെ നമ്മൾ ആൻസർ കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവ് സൂചിപ്പിക്കാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെങ്കിൽ, അംശവും ഛേദവും ഉണ്ടെങ്കിലും അംശത്തിലാണ് നെഗറ്റീവ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. 12 24ൽ 2 ടൈംസ് ആണ്. ആൻസർ നെഗറ്റീവ് ആയിരിക്കും. കാരണം ഒരു സംഖ്യ നമുക്ക് നെഗറ്റീവ് ആയിരുന്നു. തന്നിരുന്ന ക്വസ്റ്റ്യനിലെ ഒരു സംഖ്യ നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ആൻസർ ഇടുന്നു. അപ്പൊ കിട്ടിയല്ലോ. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് സൈൻസ് ഇടുന്നതെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിവിഷനിൽ വരിക. പ്ലസും മൈനസും ചെയ്യുമ്പോഴാണ് കുറച്ച് വ്യത്യാസമുള്ളത്. ഒരേ സൈൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം തന്നെ ഇടാം. വ്യത്യസ്ത ചിഹ്നം, ഡിഫറെന്റ് സൈൻ ആണ് വരുന്നതെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുന്നു. അതാണ് അഡീഷണൽ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചെഴുതാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലോ, -6 ഇൻറ്റു -24 ഡിവൈഡഡ് ബൈ 3. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? -6 ഇൻറ്റു -24 ഡിവിഷൻ 3. നമുക്ക് അറിയാം, ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെ. ബോത്ത് മാസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഒക്കെ ഉണ്ട് മാത്സിൽ. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇവിടെ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു ക്രിയ, ഒരു ഇതുണ്ട്, ക്രിയ ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യം ഡിവിഷൻ ആണ് ചെയ്യുക. 24 ഡിവൈഡഡ് ബൈ 3. അപ്പൊ -6 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റുവും അങ്ങോട്ടിടാം.
24നെ 3 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 24 ഹരണം 3. 24 3 എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യമാണ്. സോ നമുക്കറിയാം ഒരു നെഗറ്റീവ് അല്ലേ വന്നിരിക്കുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിനാണ് നെഗറ്റീവ്. സോ ആൻസറിൽ നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. രണ്ടെണ്ണം ഇല്ല നെഗറ്റീവ്, ഒരെണ്ണത്തിനെ നെഗറ്റീവ് ഉള്ളൂ. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 8 ആണ് അതിന്റെ സൊല്യൂഷൻ. പക്ഷെ നെഗറ്റീവ് 24-നുള്ളത് കൊണ്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നു. നെഗറ്റീവ് 6 ഇൻറ്റു നെഗറ്റീവ് 8 ആണ്. 6ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48, 6 8 ആർ 48. രണ്ടും നെഗറ്റീവ്. ആൻസറിൽ നമ്മൾ എന്ത് വരും? പോസിറ്റീവ്. അത് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പോസിറ്റീവ് 48 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. നിങ്ങൾ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. ഡിവൈഡ് ചെയ്തതു ആദ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇറക്കി എഴുതുമ്പോൾ അതിന്റെ സൈൻ കൂടി ഇടാൻ മറക്കരുത്. 24 ഡിവൈഡഡ് ബൈ 3 വേഗം അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ 8 കിട്ടും. അത്ര എഴുതി വേഗം എഴുതി. പക്ഷെ നെഗറ്റീവ് ഇട്ടില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. കാരണം നമ്മൾ നെഗറ്റീവ് 48 ആൻസർ ചെയ്തു. അപ്പോൾ നെഗറ്റീവ് 8 തന്നെ ഇറക്കി ചെയ്താൽ നെഗറ്റീവ് 6 ഇൻറ്റു നെഗറ്റീവ് 8 ആണ് 48 പോസിറ്റീവ് വരാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നെഗറ്റീവ് 27 ഡിവിഷൻ 9 നെഗറ്റീവ് 9 ഇൻറ്റു നെഗറ്റീവ് 5. ഇതെങ്ങനെയായിരിക്കും അപ്പോൾ ചെയ്യാം? ഓക്കെ, എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് 27 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 9. ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യാം. 27നെ 3 നമുക്ക് അറിയാം 3 ടൈംസ് 9 3 പ്രാവശ്യമാണ് 27 പോകുക. 3 എഴുതി. ഇത് നോക്കുക, ഇത് രണ്ടിനും നെഗറ്റീവ് ഉണ്ട്. രണ്ടും നെഗറ്റീവ് സംഖ്യയാണ്. സോ 3ന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. ഇൻറ്റു നെഗറ്റീവ് 5 താഴോട്ട് ഇറക്കി എഴുതുന്നു. 5 3s are 15. നമ്മൾ ഇട്ട് കൊടുക്കേണ്ട സൈൻ നെഗറ്റീവ്, കാരണം 5ന്റെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ കിട്ടിയല്ലോ. ഏതാണ് നമുക്ക് തന്നിരിക്കുന്ന സൈനുകൾ നോക്കുക, ചിഹ്നം നോക്കി മാത്രമേ നമ്മൾ താഴേക്ക് അടുത്ത ഓരോ സ്റ്റെപ്സ് എഴുതാൻ പറ്റുള്ളൂ. എഴുതുമ്പോൾ എത്ര നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഒക്കെ നോക്കി ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് സംഖ്യകളെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ച് അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, അതെങ്ങനെ ആഡ് ചെയ്യുന്നു, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടി മിക്സ് ചെയ്ത് നമുക്ക് പറ്റും. ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. വേറെ ഒരെണ്ണം പറയാം. 2/5 നെഗറ്റീവ് 2/5 ഡിവൈഡഡ് ബൈ 3/15 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് 2/5 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 3/15. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിലോ നോക്കുക, ഇത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ഡിവൈഡ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. എന്താണ്? രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ, രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഓർക്കണ്ടോ? ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഫ്രാക്ഷൻസിന്റെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് പഠിച്ചതാണ്. ഭിന്നസംഖ്യകളെ കുറിച്ചിട്ട് ഒരുപാട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചതാ. അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഭിന്നസംഖ്യകൾ, രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഭിന്നസംഖ്യ ഏതാണോ ഡിവൈഡ് ചെയ്യേണ്ട ഭിന്നസംഖ്യ, ഫ്രാക്ഷൻ ഏതാണോ അതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ ഏതിന്റെ? 3/15ന്റെ റെസിപ്രോക്കൽ. അപ്പൊ നെഗറ്റീവ് 2/5 അങ്ങനെ തന്നെ എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ വരും, പക്ഷെ തിരിച്ചിടണം. 15/-3 എന്നാകും. 15/-3 ഏത്? നെഗറ്റീവ് 3/15 എന്നുള്ളത് 15/-3 ആക്കണം. കാരണം ഫ്രാക്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ റെസിപ്രോക്കൽ വിൽക്രമം കൊണ്ട് ഗുണിക്കുകയാണ് നമ്മൾ ചെയ്യാം. ഇനി നമുക്കിത് വെട്ടി ചെറുതാക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. 5 നമുക്കറിയാം 15ൽ 3 ടൈംസ് 3 പ്രാവശ്യം പോകും. ഇവിടെ 3 കൊണ്ട് നമുക്ക് വെട്ടാം 1 ടൈം അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ആൻസർ വരാ? നെഗറ്റീവ് 2/-1. കാരണം ഇവിടെ നെഗറ്റീവ് ഉണ്ടായിരുന്നു 3ക്ക്, അപ്പൊ നെഗറ്റീവ് 1 ആയി മാറി. നെഗറ്റീവ് 2 ഉണ്ടായിരുന്നു മുകളിൽ, നെഗറ്റീവും വെട്ടിപ്പോയി. സോ ദ ആൻസർ ഈസ് 2. അപ്പൊ 2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ കിട്ടിയല്ലോ. എങ്ങനെയാണ് ഫ്രാക്ഷൻസ് തമ്മിൽ നെഗറ്റീവ് ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഡിവൈഡ് ചെയ്യും? ഡിവൈഡ് ചെയ്യേണ്ട സമയത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പക്ഷെ തിരിച്ചിടണം എന്ന് മാത്രം. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ പഠിച്ചത് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ നമ്പർ. ഒരു സംഖ്യയുടെ സങ്കലന വിപരീതം. ഇപ്പൊ 7ന്റെ സങ്കലന വിപരീതം അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -7 ആണ്. 5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -5 ആണ്. നെഗറ്റീവ് 8 അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? +8 ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ഉണ്ട്, ഗുണന വിപരീതവും ഉണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം 7 എന്ന് പറയുന്ന സംഖ്യയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/7 ആണ്. ഗുണന വിപരീതം അതിന്റെ റെസിപ്രോക്കൽ പോലെ. ഇപ്പൊ 7 എന്ന് പറയുമ്പോൾ അതിന്റെ അടിയിൽ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സംഖ്യ, അതിന് അടിയിൽ എപ്പോഴും ഒരു ഫ്രാക്ഷൻ ബേസിൽ 1 എന്ന് പറയുന്ന ഒരു കോമൺ ഡിനോമിനേറ്റർ ഉണ്ട്. 7/1 അത് നേരെ തിരിച്ചിടുക. അതാണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എന്ത് വിളിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഗുണന വിപരീതം എന്നാണ് നമ്മൾ അതിനെ പറയാ. ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 7ന്റേത് 1/7 ആണ്. അപ്പൊ -1/3 ആണെങ്കിലോ
-1/3 ആണെങ്കിലോ +3 വരും. എന്ന് വെച്ചാൽ 3/1 എന്ന് പറയും, -3 എന്ന് വരും, -3 എന്ന് വരും, -1/3 എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യയുടെ ഗുണന വിപരീതം അല്ലെങ്കിൽ സങ്കലന വിപരീതവും നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമ്മളുടെ ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതും കൂടി അറിഞ്ഞിരിക്കണം. സങ്കലന വിപരീതം അതായത് അഡിറ്റീവ് ഇൻവേഴ്സ്, അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അതായത് ഗുണന വിപരീതം എന്തൊക്കെയാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. നെഗറ്റീവ് നമ്പേഴ്സ് ഉപയോഗിച്ച് നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ പഠിച്ചു. അപ്പോൾ അതൊക്കെ ചെയ്തു നോക്കാം. നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. അടുത്ത ദിവസം കാണാം. ബൈ.